ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയയാണ്. അപ്പോൾ ബാക്ടീരിയയിലെ മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പോൾ അസെക്ഷുവൽ മീൻസും ഉണ്ട്, സെക്ഷുവൽ മീൻസും പറയുന്നുണ്ട്. പക്ഷേ ഒരു ട്രൂ ആയിട്ടുള്ള ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നമ്മുടെ ബാക്ടീരിയയിൽ ഇല്ല. അതായത് മിയോസിസ്, ക്രോസിംഗ് ഓവർ, ട്രൂ ആയിട്ടുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാക്ടീരിയയിൽ ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിനൊരു സെക്ഷുവൽ മെക്കാനിസം വഴി ജനറ്റിക് വേരിയബിലിറ്റി കൊണ്ടുവരാനായിട്ട് ഈ ബാക്ടീരിയയ്ക്ക് സാധിക്കുന്നില്ല. എന്നാൽ പോലും ബാക്ടീരിയയിൽ ജീനോടൈപ്പിക് ആൻഡ് ഫിനോടൈപ്പിക് വേരിയേഷൻ ഉണ്ടാവാനുള്ള കാരണം ഒന്ന് മ്യൂട്ടേഷൻ ആണ്. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഔട്ട്സൈഡിൽ നിന്ന് ജീൻസ് റിസീവ് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്നുള്ള ജീനുകൾ ഈ ബാക്ടീരിയ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വേരിയേഷൻ, ജീനോട്ടിപ്പിക് അല്ലെങ്കിൽ ഫിനോട്ടിപ്പിക് വേരിയേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ജീൻ ട്രാൻസ്ഫർ, ബാക്ടീരിയയിലുള്ള ജീൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അതിൽ ട്രൂ ആയിട്ടുള്ള കാരിയോഗമിയോ പ്ലാസ്മോഗമിയോ ഒന്നും നടക്കുന്നില്ല. നമ്മൾ പറഞ്ഞു, ട്രൂ ആയിട്ടുള്ള ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ തന്നെ അവിടെ നടക്കുന്നില്ല. ട്രൂ ആയിട്ടുള്ള ഒരു കാരിയോഗമി, അതായത് ന്യൂക്ലിയർ ഡിവിഷനോ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷനോ ഒന്നും അവിടെ ഹയർ ഓർഗാനിസത്തിൽ നടക്കുന്ന പോലെ ബാക്ടീരിയയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അതിനൊരു സൈഗോട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പകരം അതൊരു പാർഷ്യൽ ഡിപ്ലോയിഡ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ. അതിന് പറയുന്ന പേരാണ് എന്താ, മീറോസൈഗോട്ട് എന്ന്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ല, എന്നാലും ജസ്റ്റ് ആ ഒരു ടേം ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. അതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒറിജിനൽ ജീനോം, റെസിപ്പിയൻ സെല്ലിൻ്റെ ഒറിജിനൽ ജീനോമിനെ പറയുന്ന പേര് എൻഡോജീനോട്ട് എന്നും, ഈ ഡോണർ സെല്ല്, റെസിപ്പിയൻ സെല്ലിൽ നിന്ന് ഡോണർ സെല്ലിലേക്ക് വരുന്ന ആ DNA ഫ്രാഗ്മെൻറ്റിനെ പറയുന്ന പേര് എക്സോജീനോട്ട് എന്നാണ്. ഈ എക്സോജീനോട്ട് എൻഡോജീനോട്ടുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് റീകോമ്പിനൻ്റ് ജീനോം ഉണ്ടാവും. അങ്ങനെ ഒരു ടേം യൂസ് ചെയ്തോളണമെന്ന് നിർബന്ധമില്ല. അതായത് ഡോണറിൻ്റെ DNA ഫ്രാഗ്മെൻറ്റ് റെസിപ്പിയൻറ്റിൻ്റെ DNA ഫ്രാഗ്മെൻറ്റുമായിട്ട് ചേർന്നിട്ട് റീകോമ്പിനൻ്റ് ജീനോം ഉണ്ടാകുന്നു, അങ്ങനെ പറഞ്ഞാലും മതി. ഓക്കെ. ബാക്ടീരിയൽ ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നതിൽ 3 പാരാസെക്ഷൽ മെക്കാനിസം ആണുള്ളത്. ഒന്നാമത്തത് ട്രാൻസ്ഫോർമേഷൻ, പിന്നെ ട്രാൻസ്ഡക്ഷൻ, കോൺജുഗേഷൻ. ഈ 3 എണ്ണമാണ് എന്താ ബാക്ടീരിയൻ്റെ ജീൻ ട്രാൻസ്ഫറിൽ ഉള്ള പാരാസെക്ഷൽ മെക്കാനിസംസ്. ഇത് പാരാസെക്ഷലായിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡോണർ ബാക്ടീരിയ എന്ന് പറയുന്നത് മെയിലായിട്ടും റെസിപ്പിയൻ്റ് ബാക്ടീരിയം ഫീമെയിലും ആയിട്ടുമാണ് എന്ത് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്നത്. അത് മെയിലായിട്ടും ഫീമെയിലായിട്ടാണ്, ഡോണർ മെയിലായിട്ടും റെസിപ്പിയൻ്റ് ഫീമെയിലായിട്ടാണ് എന്ത് പെരുമാറുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പാരാസെക്ഷൽ പ്രോസസ്സ് എന്ന് പറയാനുള്ള കാരണം. അതേപോലെ തന്നെ ഈ ജീൻ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂച്വലോ റെസിപ്രോക്കലോ നടക്കില്ല. ഇതൊരു യൂണിലാറ്ററൽ ആണ്, എപ്പോഴും യൂണിലാറ്ററൽ. അതായത് ഡോണറിൽ നിന്ന് റെസിപ്പിയൻറ്റിലേക്ക് പോകുള്ളൂ, റെസിപ്പിയൻറ്റിൽ നിന്ന് തിരിച്ച് ഡോണറിലേക്ക് പോകത്തില്ല. അതാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്ഫോർമേഷൻ എന്താണ് എന്നുള്ളതാണ് അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്. ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് DNA ഫ്രാഗ്മെൻറ്റ്, ഡോണറിൽ നിന്നുള്ള DNA ഫ്രാഗ്മെൻറ്റ്, ഡോണർ ബാക്ടീരിയത്തിൽ നിന്നുള്ള DNA ഫ്രാഗ്മെൻറ്റ് റെസിപ്പിയൻ്റ് ബാക്ടീരിയത്തിലേക്ക് എൻ്റർ ചെയ്യുകയും അത് റെസിപ്പിയൻ്റ് ബാക്ടീരിയയുടെ DNAയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ആവുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വലി DNA ഫ്രാഗ്മെൻറ്റ്സ് ഫ്രം ദ donor bacterium enters into recipient bacterium and get integrated with the recipient bacterium. മനസ്സിലായല്ലോ? അതായത് ഡോണറിലുള്ള DNA ഫ്രാഗ്മെൻറ്റ് റെസിപ്പിയൻറ്റിലേക്ക് ചെല്ലുന്നു, റെസിപ്പിയൻറ്റിൻ്റെ DNA ഫ്രാഗ്മെൻറ്റുമായിട്ട് അത് ഇൻ്റഗ്രേറ്റഡ് ആവുന്നു, അത്രയേ ഉള്ളൂ. ഇതിൽ ഈ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണർ സെല്ല് ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ DNA ഫ്രാഗ്മെൻറ്റ്സ് ഒരു മീഡിയത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യും. എന്നിട്ട് ഈ DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ഫോമിംഗ് മോളിക്യൂൾ. ട്രാൻസ്ഫോമിംഗ് മോളിക്യൂൾ എന്നാണ് നമ്മൾ ഈ DNA ഫ്രാഗ്മെൻറ്റ്സിനെ പറയുന്നത്. ഇതിനെ നമ്മൾ എക്സോജീനോട്ട്, നമ്മൾ പറഞ്ഞു ഡോണറിൻ്റെ DNA ഫ്രാഗ്മെൻറ്റിനെ എക്സോജീനോട്ട് എന്നും റെസിപ്പിയൻറ്റിൻ്റെ ഒറിജിനൽ ജീനോമിനെ നമ്മൾ
എൻഡോജീനോട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്ഫോമിംഗ് മോളിക്യൂൾ എവിടെ നിന്ന് വരുന്നു? നമ്മുടെ ഡോണറിൽ നിന്ന് മീഡിയത്തിലേക്ക് റിലീസ് ചെയ്യുന്നു. The DNA fragment first get adsorbed on the specific receptor site or the entry site of recipient bacteria. Recipient ബാക്ടീരിയത്തിൻ്റെ എൻട്രി സൈറ്റിൽ അല്ലെങ്കിൽ സ്പെസിഫിക് റിസപ്റ്റർ സൈറ്റിലേക്ക് ആര് അഡ്സോർബ്ഡ് ആകും? ഈ DNA ഫ്രാഗ്മെൻറ്റ്, അതായത് ഈ ഡോണറിൻ്റെ DNA ഫ്രാഗ്മെൻറ്റ് അഡ്സോർബ്ഡ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ഇൻ്റഗ്രേറ്റഡ് ആകും. ഈ രണ്ട് ഡോണർത്തിയും റെസിപ്പിയൻറ്റിൻ്റെയും DNA എന്താകും? ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് എന്ത് ഫോം ചെയ്യും? റീകോമ്പിനൻ്റ് DNA ഫോം ചെയ്യും. ഇത് ഒരു സ്റ്റേബിൾ ആൻഡ് ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള വേരിയേഷൻ ആ ഒരു റെസിപ്പിയൻറ്റിൽ ഉണ്ടാവും. ഒരു സ്റ്റേബിൾ ആൻഡ് ഹെറിറ്റബിൾ ആയിട്ടുള്ള വേരിയേഷൻ ആ റെസിപ്പിയൻറ്റിൽ ഉണ്ടാവും. ഇങ്ങനെ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഈ ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത് ഗ്രിഫിത്ത് ആണ്. 1928 അദ്ദേഹം എന്ത് ചെയ്തത്? ഇത് ഡിസ്ക്രൈബ് ചെയ്തത്. ഇപ്പോൾ ഇത് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ വളരെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. പിന്നെ നമ്മളിപ്പോൾ എല്ലാ ബാക്ടീരിയത്തിനും എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഡോണർ DNA റിസീവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. റിസീവ് ചെയ്തിട്ട് ട്രാൻസ്ഫോർമേഷൻ നടന്നോളണമെന്നില്ല. അങ്ങനെ കുറച്ചെണ്ണത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ബാക്ടീരിയൽ ചില ബാക്ടീരിയൽ സെല്ലിന് മാത്രമേ ഡോണർ DNA അക്സെപ്റ്റ് ചെയ്യാനും ട്രാൻസ്ഫോംഡ് ആവാനും കഴിയുള്ളൂ. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണെന്ത്? കോമ്പിറ്റൻറ്റ് സെൽസ് എന്നാണ് പറയുക. ആ ഒരു ഫിസിയോളജിക്കൽ എഫിഷ്യൻസിനെ നമ്മൾ എന്താ പറയുക? കോമ്പിറ്റൻസ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഡോണർ DNA ഫ്രാഗ്മെൻ്റ് ഉണ്ടായിരിക്കും. ആ DNA ഫ്രാഗ്മെൻറ്റിൽ നിന്ന് ബാക്ടീരിയം എന്ത് ചെയ്യാണ്? ആ ഡോണർ ബാക്ടീരിയത്തിലുള്ള DNA ഫ്രാഗ്മെൻറ്റ് റെസിപ്പിയൻ്റ് ബാക്ടീരിയത്തിലേക്ക് പോകുന്നു. അതിലേക്ക് എൻറ്റർ ചെയ്തിട്ട് അത് റെസിപ്പിയൻറ്റിൻ്റെ ജീനോമുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആവുന്നു. ആ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് അത് ലൈഫ് ലോങ് എന്താവുന്നു? ആ ഒരു ഔട്ട്സൈഡിലുള്ള ആ ഒരു ബാക്ടീരിയൻ്റെ ഡോണർ ബാക്ടീരിയൻ്റെ ക്യാരക്ടർ കൂടി അല്ലെങ്കിൽ ജീന് കൂടി എന്തിലേക്ക് വരികയാണ്? ഈ ഒരു റെസിപ്പിയൻ്റ് ബാക്ടീരിയയിലേക്ക് വരികയാണ്. അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്ഫോർമേഷൻ്റെ എക്സ്പെരിമെൻ്റ് ഗ്രിഫിത്ത് 1928 നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. മൈസിലാണ് ഈ എക്സ്പെരിമെൻ്റ് നടത്തിയത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വിറുലൻ്റ് എന്ന് പറഞ്ഞാൽ നോൺ വിറുലൻ്റ് ആയിട്ടുള്ള ലിവിങ് സ്ട്രെയിന് നമ്മൾ ഒരു മൗസിൻ്റെ മേലെ ഇൻജെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൗസ് എന്താണ്? ലിവ് ചെയ്യും, അതായത് ജീവനോടെ ഉണ്ടാവും. ഇനി നമ്മൾ വിറുലൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിനെയാണ് ഇൻജെക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മൗസ് എന്താവും? ഡെഡായി പോകും. ഇപ്പം നോൺ വിറുലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ലിവ് ചെയ്യും, വിറുലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഡായി പോകും. മറിച്ച് നമ്മൾ ഹീറ്റ് കിൽഡ് വിറുലൻ്റ് ആണ് ഇൻജെക്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മൗസ് എന്ത് ചെയ്യും? ലിവ് ചെയ്യും. മൗസിന് ഒരു കുഴപ്പമുണ്ടാവില്ല, മൗസ് ജീവനോടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു നോൺ വിറുലൻ്റ് ആണെങ്കിൽ ജീവനോടെ ഉണ്ടാവും, വിറുലൻ്റ് ആണെങ്കിൽ ഡെഡ് ആവും. ഹീറ്റ് കിൽഡ് വിറുലൻ്റ് ആണെങ്കിൽ എന്താവും? ജീവനോടെ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഹീറ്റ് കിൽഡ് വിറുലൻ്റ് ആണെങ്കിൽ ജീവനോടെ ഉണ്ടാവും. അപ്പം ലിവിങ് ആയിട്ടുള്ള വിറുലൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ലിവിങ് ആവും. ലിവിങ് ആയിട്ടുള്ള വിറുലൻ്റ് ആണെങ്കിൽ മൗസ് എന്താണ്? ലിവ് ചെയ്യും. ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള വിറുലൻ്റ് ആണെങ്കിലും മൗസ് എന്ത് ചെയ്യും? ജീവനോടെ ഉണ്ടാവും. എന്നാൽ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഈ മൗസിലേക്ക് ഇൻജെക്റ്റ് ചെയ്തപ്പോൾ മൗസ് എന്ത് സംഭവിച്ചു? മൗസ് ചത്തുപോയി. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? അതായത് ഈ വിറുലൻ്റ് സ്ട്രെയിനിലുള്ള ജീനോം ഈ നോൺ വിറുലൻ്റ് സ്ട്രെയിനിലേക്ക് എന്തായിപ്പോയി? ട്രാൻസ്ഫോംഡ് ആയിപ്പോയി. ഈ നോൺ വിറുലൻ്റ് ആയിട്ടുള്ള സ്ട്രെയിന് വിറുലൻ്റ് ആയിട്ട് മാറി.
അതായത് ഈ വിറുലന്റ് സ്ട്രെയിനിൽ നിന്ന് നോൺ വിറുലന്റിലേക്ക് ഈ വിറുലന്റിന്റെ ജീനോം ട്രാൻസ്ഫർ ആയി പോയി. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? മൗസ് ഡെഡ് ആയി പോയത്. ഓക്കെ, അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെയാണ് എന്ത് പറയാ? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയാം. അതായത് ഇവിടെ വിറുലന്റ് സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്? വിറുലന്റ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡോണറും നോൺ വിറുലന്റ് സ്ട്രെയിൻ എന്ന് പറയുന്നത് റെസിപ്പിയന്റും ആണ്. അപ്പൊ ഈ ഹീറ്റ് കിൽഡ് വിറുലന്റിലുള്ള ജീനോമിനെ ആരെടുത്തു? നോൺ വിറുലന്റ് സ്ട്രെയിൻ എടുത്തു. അങ്ങനെ എടുത്തപ്പോൾ അത് എന്തായി മാറി? വിറുലന്റ് സ്ട്രെയിൻ ആയിട്ട് മാറി. ഈ നോൺ വിറുലന്റ് ആയിട്ടുള്ള സ്ട്രെയിൻ വിറുലന്റ് ആയിട്ട് മാറിയിട്ട് മൗസ് എന്തായിപ്പോയി? ഡെഡ് ആയിപ്പോയി. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.